അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിൻ്റെ അവസ്ഥ ഒന്നുകിൽ സ്വർഗീയ ആരാമങ്ങളിൽ നിന്നുള്ള ഒരു ആരാമമായിരിക്കും, അല്ലെങ്കിൽ നരകക്കുണ്ടാരങ്ങളിൽ നിന്നുള്ള ഒരു നരകക്കുണ്ടായിരിക്കും ഖബറിൻ്റെ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ദീർഘമായ ഒരു ഹദീസിൻ്റെ അവസാന ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഖബറിൻ്റെ അവസ്ഥ സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു സ്വർഗത്തോപ്പായിരിക്കും, അല്ലെങ്കിലോ നരകക്കുണ്ടുകളിൽ നിന്നുള്ള ഒരു നരകക്കുണ്ടായിരിക്കും ഖബറിൻ്റെ അവസ്ഥയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് പറയാനുള്ള സാഹചര്യം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ, മദീന പള്ളിയുടെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് സഹാബത്ത് എന്തൊക്കെയോ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. മതിമറന്ന് ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുമ്പോൾ, സഹാബത്തിൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബത്തെ, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു ദിനത്തെക്കുറിച്ച് നാം മറന്നു പോകരുത് ഒരു നിമിഷവും. പലപ്പോഴും അങ്ങനെ മറന്നു പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്വഭാവ രീതി കാണുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ അവനോട് മലക്കുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ആ മനുഷ്യൻ നൽകുന്നത് എങ്കിൽ അവൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള വാതിലുകൾ തുറക്കുന്നു, സ്വർഗത്തിൽ നിന്നുള്ള പരിമളങ്ങൾ ആ ഖബറിലേക്ക് അടിച്ചു വീശുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ആ മനുഷ്യൻ മലക്കുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോവുകയാണ് എങ്കിൽ, മറുപടി പറയുന്നില്ല എങ്കിൽ, ഖബറിനെ ആ മനുഷ്യൻ്റെ മുമ്പിൽ കുടുസാക്കുകയാണ്. മാത്രമല്ല, നരകത്തിൽ നിന്നുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്, പുകയും ദുർഗന്ധവും കൊണ്ട് പിന്നെ ആ ഖബർ നിറയുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒന്നുകിൽ ഖബർ സ്വർഗീയ ആരാമമായിരിക്കും, അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. ഏത് വേണമെന്നത് ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനികളെ, ഖബറിൽ രക്ഷപ്പെടുക എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അവിടെ നാം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും പ്രയാസകരമായിരിക്കുമെന്നും മറ്റു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളുടെ അവസ്ഥ വളരെയധികം സന്തോഷകരമായ അവസ്ഥയായിരിക്കും. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മലക്കുകൾ ഒരു മുഅ്മിനായ മനുഷ്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ മുഅ്മിനായ മനുഷ്യൻ പറയുന്ന കാര്യമുണ്ട്, ദഊനി ഉസല്ലി, നിങ്ങൾ എന്നെ വിടൂ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നും ഖബറിലേക്ക് വെച്ചതിന് ശേഷം മലക്കുകൾ എഴുന്നേൽപ്പിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഒരു പ്രതീതിയായിരിക്കും. ഉറക്കത്തിൽ നിന്നും ഉണർന്ന പ്രതീതി മലക്കുകൾ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അത്ര ലാഘവത്തോടു കൂടെയായിരിക്കും. ആ സമയത്ത് ഈ മുഅ്മിനായ മനുഷ്യൻ പറയുമെന്നാണ്, ദഊനി ഉസല്ലി, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഞാൻ കുറച്ചു നേരം ഉറങ്ങായിരുന്നല്ലോ, ഉറക്കം ദീർഘിച്ചു പോയി, എൻ്റെ നിസ്കാരം ഖളായി പോകുമോ എന്ന് ഭയക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ ആ മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി ധൃതി കൂട്ടും, തിരക്ക് കൂട്ടുമെന്നാണ്. ബഹുമാനികളെ, ആ ഒരു അവസ്ഥയാണോ നമ്മുടേത്? ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ പോലും നിസ്കരിക്കുക എന്ന ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുണ്ടോ? അങ്ങനെ നിസ്കാരമെന്ന ഒരു ചിന്തയിൽ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖബറിലേക്ക് ചെല്ലുമ്പോഴും മലക്കുകളോട് പറയുമെന്നാണ്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ജീവിതം അല്ലാഹു തആല നമുക്കെല്ലാം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും 6 അടി മണ്ണിലാണ്. അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറുകൾ സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.